തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്ന 9-11 തീയതികളിലായിട്ട് കേരളത്തിലുടനീളം ഒരു രാഷ്ട്രീയ ഉത്സവം പോലെ നടക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ബഹുദൂരം മുന്നിലാണ്. നമ്മളിതേവരെ കൈവരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേടാനായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ വിജയം ആവർത്തിക്കുന്ന ഒന്നായിരിക്കും ഇപ്രാവശ്യത്തെയും തെരഞ്ഞെടുപ്പ് വിജയം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കോർപ്പറേഷനുകൾ 6 6 കോർപ്പറേഷനുകളും ജയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അത് നേടാനാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുക. കണ്ണൂരാണ് സാധാരണ നിലയിൽ നിന്ന് പിടിച്ചെടുക്കേണ്ടുന്ന ഒരു കോർപ്പറേഷൻ. ബാക്കിയെല്ലാം നില മെച്ചപ്പെടുത്തിയാൽ മതി. കണ്ണൂർ UDFൻ്റെ കയ്യിലുള്ള വലിയ വിമർശനത്തിന് വിധേയമായി പ്രവർത്തനം, അഴിമതി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ എല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിൽ കണ്ണൂർ കോർപ്പറേഷനും ജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് ഉള്ളത്. ജില്ലാ പഞ്ചായത്ത് വളരെ അപൂർവം ജില്ലാ പഞ്ചായത്തുകൾ മാത്രമാണ് ഞങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് വഹിക്കാനാവാതിരിക്കുന്നത്. അത് ഇപ്രാവശ്യം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് വരുമെന്നും പ്രതീക്ഷിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തുകൾ സാധാരണ നിലയിൽ എല്ലാ സന്ദർഭങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ലപോലെ ജയിക്കാറുണ്ട്. മുനിസിപ്പാലിറ്റിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് സമാസമം ഉണ്ടായത്. അത് ഇപ്രാവശ്യം നല്ല നിലയിൽ മുനിസിപ്പാലിറ്റികളിൽ കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ജയിച്ച് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകൾ എല്ലാ കാലത്തും നന്നായിട്ട് ജയിക്കുന്നതാണ്. ഇപ്രാവശ്യം അതിനേക്കാൾ കൂടുതൽ ജയം ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് ഉണ്ടാവുമെന്നുള്ളത് പ്രതീക്ഷിക്കുക. ഇതാണ് ഇലക്ഷൻ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ പ്രതീക്ഷ. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഉന്നയിക്കുന്നത്. ഒന്ന്, ഭൂരിപക്ഷ വർഗീയത അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ച് ഹിന്ദുത്വ അജണ്ട തെരഞ്ഞെടുപ്പിലേക്ക് ശക്തിയായിട്ട് കൊണ്ടുവന്നു ഇവിടെ അപര വിരോധത്തിൻ്റെ കേന്ദ്രമാക്കി കേരളത്തെയും മാറ്റാനുള്ള ശ്രമമാണ് RSS BJP സംഘപരിവാർ വിഭാഗം നടത്തുന്നത്. അതിനെ നേരിട്ടുകൊണ്ടല്ലാതെ ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും സംരക്ഷിക്കാൻ നമുക്കാവില്ല എന്ന നല്ല ബോധം കേരളീയ ജനത ഉയർത്തിപ്പിടിക്കുന്നു എന്ന് ഞങ്ങൾക്കിപ്പോൾ ഈ സന്ദർഭത്തിൽ പറയാൻ കഴിയും. വേറൊരു ഭാഗം UDF ജമാഅത്തെ ഇസ്ലാമിയെയും അതുപോലെ തന്നെ SDP-യെയും ചേർത്ത് ഒരു മുന്നണിയാക്കി തീവ്ര വലതുപക്ഷത്തിൻ്റെ പുതിയ മുഖം, അതായത് ഒരു ഭാഗം RSS ഹിന്ദുത്വ അജണ്ടയാണ് മുന്നോട്ടേക്ക് വെക്കുന്നതെങ്കിൽ ഇസ്ലാമിക ലോകം എന്ന മുദീദിൻ്റെ സിദ്ധാന്തത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടുകക്ഷിയായിട്ട് മാറിയിരിക്കുകയാണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ആശയ പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രമുഖമായ സ്ഥാനം UDF, പ്രത്യേകിച്ച് ലീഗും കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ളൊരു അവസ്ഥ ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒന്നായിരിക്കും. മുസ്ലിം സമുദായമൊന്നും യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ അംഗീകരിക്കുന്നവരല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അനന്തരഫലം ഈ തെരഞ്ഞെടുപ്പിൽ ശക്തിയായ രീതിയിൽ ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.